നമസ്കാരം. ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കുടംപുളി ഇട്ട് വെച്ചിട്ടുള്ള ഒരു മീൻകറിയാണ്. ചൂര വെച്ചിട്ടാണ് ഇന്ന് ഞാൻ ഈ മീൻകറി ഉണ്ടാക്കുന്നത്. നമുക്ക് ഏത് മീൻ വെച്ചിട്ടും ഈ മീൻകറി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല തിക്കായിട്ടുള്ള മീൻചാറൊക്കെയുള്ള ഒരു മീൻകറിയാണ്. ഞാൻ പലതരത്തിലുള്ള മീൻകറി വെച്ചിട്ടുണ്ട്. അതിലേക്കും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മീൻകറിയാണ് ഞാനിന്നിവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ 1 കിലോ ചൂര മീൻ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയിട്ട് ഇതിൻ്റെ വെള്ളം കളയാനായിട്ട് വെച്ചിരിക്കുകയാണ്. തൊലി കളഞ്ഞെടുക്കുന്നതാണ് കൂടുതൽ നല്ലത്. പിന്നെ ഞാൻ പുളിയൊന്ന് കുതിരാൻ വെക്കുവാണ്. ഒരു 6 പീസ് പുളിയാണ് സോക്ക് ചെയ്ത് വെക്കുന്നത്. അപ്പം നമുക്ക് നല്ല പുളിയാണെങ്കിൽ 5 or 4 ആയാലും കുഴപ്പമില്ല. ഇത് ഞാൻ ഒരു 1/2 ഗ്ലാസ് ചൂടുവെള്ളത്തിലാണ് കുതിരാൻ വെക്കുന്നത്. അപ്പോൾ ഇത് വേഗം ഒന്ന് കുതിർന്ന് കിട്ടും. അതിനുശേഷം ഞാനിവിടെ ഒരു 6 ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ കുരുമുളക് എടുത്തിട്ടുണ്ട്, 10 അല്ലി വെളുത്തുള്ളി, ഒരു മീഡിയം സൈസിലുള്ള ഇഞ്ചി, കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഈ ചുവന്നുള്ളിയും കുരുമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചെടുക്കണം. ഞാൻ ഒരു കല്ലിലിട്ടാണ് ചതച്ചെടുക്കുന്നത്. കല്ലില്ലെങ്കിലും മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് അതിൻ്റെ ആ പൾസ് മോഡിലിട്ട് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി. ഇതുണ്ടാക്കാനായിട്ട് ഞാൻ ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിലാണ് ചട്ടി വെച്ചിരിക്കുന്നത്. ചട്ടി ചൂടായി കഴിയുമ്പോൾ ഇതിലേക്കൊരു 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടായതിന് ശേഷം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. കുറച്ച് അധികം ഇട്ട് കൊടുക്കണം, എങ്കിലേ നമുക്ക് കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. പിന്നെ ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളി ചുവന്നുള്ളി എല്ലാം ചേർത്ത് കൊടുക്കാം. ആദ്യം ഇതൊരു 30 സെക്കൻഡോളം ഒന്ന് വഴറ്റുക. അതിനുശേഷം ഇതിലേക്ക് ചതച്ച് വെച്ച കുരുമുളക് കൂടെ ഇട്ട് കൊടുക്കണം. ഈ എണ്ണയിലേക്ക് കുരുമുളക് കിടന്ന് ഒന്ന് മൂക്കുമ്പോൾ നല്ല മണമാണ്. അതുപോലെ തന്നെ ഈ മീനിലുള്ള ഒരു ഉളുമ്പ് സ്മെല്ലൊക്കെ ഒന്ന് മാറിക്കിട്ടി ഈ കുരുമുളക് ചേർത്താൽ. അപ്പോൾ ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഒരുപാട് വഴറ്റണ്ട, ജസ്റ്റ് ബ്രൗൺ കളർ ആയാൽ മതി. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് വറുത്ത് പൊടിച്ച ഉലുവയാണ്. അതൊരു 1/4 ടീസ്പൂണിനേക്കാട്ടിൽ കുറച്ച് കുറവ് മതി. ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഉലുവ ഇല്ലെങ്കിൽ ആദ്യം എണ്ണ ചേർക്കുമ്പോൾ എണ്ണ ചൂടായി കഴിഞ്ഞിട്ട് ഒരു നുള്ള് ഉലുവ ഇട്ടാലും മതി. അതിനുശേഷം ഞാൻ ഇതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുമ്പോഴാണ് ഈ കറിക്ക് നല്ലൊരു തിക്നെസ് കിട്ടുന്നത്. മീൻചാറിന് നല്ലൊരു തിക്കായിട്ടുള്ള മീൻചാർ നമുക്ക് കിട്ടും. മല്ലിപ്പൊടിക്ക് കൂടുതൽ സമയം മൂക്കാൻ വേണം. അപ്പോൾ ആദ്യം മല്ലിപ്പൊടി ഇട്ടൊരു 30 സെക്കൻഡോളം ഒന്ന് മൂപ്പിച്ചതിന് ശേഷമേ ഇതിലേക്ക് മുളക് പൊടി ഇടുകയുള്ളൂ. അതുപോലെ ഞാനൊരു മീഡിയം സ്പൈസിലാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ ഈ മല്ലിപ്പൊടി 1/2 ടേബിൾ സ്പൂൺ കുറച്ചിട്ട് അതിനനുസരിച്ച് മുളക് പൊടി ചേർത്താൽ മതി. അപ്പോൾ ഞാൻ 1.5 ടേബിൾ സ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർക്കുവാണ്. ഇതെല്ലാം ചേർത്ത് ഇതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഇത് നല്ലതുപോലെ മൂത്തിട്ടുണ്ട്, പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യുന്നത്, നമ്മൾ കുതിരാൻ വെച്ച പുളി ആദ്യം ഈ എണ്ണയിലേക്കിട്ട് കുറച്ച് നേരം ഒന്ന് ഈ അരപ്പിലിട്ടൊന്ന് മൂപ്പിക്കും. ജസ്റ്റ് ഒരു 30 സെക്കൻഡ് ഒന്ന് മൂപ്പിക്കുക. അതിനുശേഷം ഇപ്പം തീ നല്ലോണം കുറച്ച് വെക്കണം. ഈ അരപ്പ് മൂപ്പിക്കുമ്പോൾ നമ്മൾ ഫ്ലെയിം കുറച്ച് വെക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് ആ പുളിവെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഞാനൊരു 150 ml വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ ഒരുപാട് വെള്ളം ആദ്യം തന്നെ ചേർത്ത് കൊടുക്കത്തില്ല. കാരണം മീൻ ഇട്ട് കഴിയുമ്പോൾ മീനിൽ നിന്നുള്ള വെള്ളവും കൂടെ ഇറങ്ങിയിട്ട് ഒരുപാട് വെള്ളമായിപ്പോവും. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് 2 ടേബിൾ സ്പൂൺ ഉപ്പോടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഒന്ന് വെള്ളം കുറച്ച് ചേർത്താൽ മതി. ഇത്രയും വെള്ളം ആവശ്യത്തിനാണ്. ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് 5 മിനിറ്റ് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം, മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട്. ഇപ്പോൾ ഇത് 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നല്ലതുപോലെ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് ഇതിൻ്റെ ഉപ്പൊന്ന് നോക്കണം. ഉപ്പ് എപ്പോഴും ഒന്ന് മുന്തി നിൽക്കണം, അതനുസരിച്ച് ഇടുക. അപ്പം ഞാൻ നോക്കിയപ്പോൾ നല്ല കറക്റ്റായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം. വെള്ളം ഇല്ലാതെ വേണം മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു മെത്തേഡിലാണ് എല്ലാ മീനും കുക്ക് ചെയ്യുന്നത്. പിന്നെ അയില,
മത്തിയൊക്കെ ആണെങ്കിൽ കുറച്ച് പുളി എരിവുമൊക്കെ കുറച്ച് ഇട്ടാൽ മതി. അതുപോലെ തന്നെ വേവുന്ന ടൈമും കുറച്ച് കുറവായിരിക്കും അതിൻ്റെ. ഇനിയിപ്പോൾ ഈ മീനെല്ലാം ഇട്ടിട്ട് ഈ ചട്ടി ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കറക്കി കൊടുക്കുക. അതുപോലെ തന്നെ എല്ലായിടത്തും അരപ്പ് പിടിക്കുന്ന പോലെ ഒന്ന് ജസ്റ്റ് ഡിപ്പ് ചെയ്ത് കൊടുക്കുക. ഇത് വെന്ത് കഴിഞ്ഞാൽ ഈ സ്പൂണൊക്കെ ഇട്ട് ഇളക്കരുത്. വേവുന്നതിന് മുമ്പ് നമുക്കിതുപോലെ എല്ലാം ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇനി ഇത് അടച്ച് വെച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്യാം ഒരു മീഡിയം ഫ്ലെയിമിൽ. 5 മിനിറ്റ് കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കണം. വെള്ളമൊക്കെ ആവശ്യത്തിനുണ്ടോ ഇല്ലയോ നോക്കാൻ വേണ്ടിയിട്ടാണ് 5 മിനിറ്റ് കഴിഞ്ഞ് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കുന്നത്. ഇതിപ്പം വെച്ചിട്ട് 5 മിനിറ്റ് കഴിഞ്ഞു. നമുക്ക് വെള്ളം ഉണ്ടോ എന്ന് നോക്കാം. ഇതാ നമ്മൾ കുറച്ച് വെള്ളമേ ഒഴിച്ചുള്ളൂ, പക്ഷേ ഇതാ മീനിൽ നിന്ന് ഇത്രയും വെള്ളവും കൂടി ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് കറക്റ്റ് വെള്ളമാണ്. ഇനി ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി ഈ അരപ്പ് ഈ ചട്ടി ജസ്റ്റ് കറക്കി എല്ലായിടത്തേക്കും ഒന്ന് ആക്കി കൊടുക്കുക. അതിനുശേഷം ഇത് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യാം മീഡിയം ഫ്ലെയിമിൽ. ഇപ്പോൾ 15 മിനിറ്റ് ആയിട്ടുണ്ട് മൊത്തത്തിൽ. ഇപ്പം മീൻ കുക്കായിട്ടുണ്ട്. ഇനി ഇത് അടച്ച് വെക്കേണ്ട ആവശ്യമില്ല. ഇത് തുറന്ന് വെച്ചിട്ട് ഈ വെള്ളം ഒന്ന് കുറച്ചും കൂടി ഒന്ന് പറ്റിച്ചെടുക്കണം, കുറുക്കിയെടുക്കണം. അപ്പോൾ ഈ ചട്ടി ജസ്റ്റ് ഒന്ന് കറക്കിയിട്ട് എല്ലാ ഭാഗത്തേക്കും അരപ്പാക്കി കൊടുക്കണം. എന്നിട്ട് ഇത് തുറന്ന് വെച്ചിട്ട് വെള്ളം പറ്റിച്ചെടുക്കാം. അപ്പം നിങ്ങൾക്ക് ചാറ് ഒരുപാട് വേണമെങ്കിൽ ഈ സമയത്ത് നിങ്ങൾക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഞാൻ 5 മിനിറ്റ് കൂടെ വെക്കുന്നുണ്ട്, 20 മിനിറ്റ് ടോട്ടൽ വെക്കുന്നുണ്ട്. അപ്പോൾ ഇത് 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതിലേക്ക് ലാസ്റ്റിൽ കുറച്ച് പച്ചവെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പം മീൻകറി റെഡി ആയിട്ടുണ്ട്. ഈ മീൻകറി ഇപ്പം നമ്മൾ ഉപയോഗിക്കത്തില്ല. ഇത് നാളെ എടുക്കാനാണ് ഏറ്റവും നല്ലത്. എങ്കിലേ ഇതിലെ എരിവും പുളിയൊക്കെ പിടിക്കുകയുള്ളൂ. അപ്പോൾ ഇത് ഒരു 3 മണിക്കൂറിന് ശേഷം എന്താ ഇതുപോലെ ഈ ചട്ടിയിൽ ഇരുന്നിട്ട് കുറച്ചും കൂടി വെള്ളമൊക്കെ പറ്റി ഈ മീനിൻ്റെ ചാറൊക്കെ കുറുകിയിട്ടുണ്ട്. ഇതിലെ ഉപ്പും എരിയൊക്കെ കറക്റ്റാണ്. ചിലർ യൂസ് ചെയ്യുന്ന പുളിയൊക്കെ ഒരുപാട് പുളിയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇതിൽ നിന്ന് 1-2 പുളിയൊക്കെ എടുത്ത് മാറ്റാൻ പറ്റും. അതുപോലെ തന്നെ ഞാനിത് ഫ്രിഡ്ജിലൊന്നും വെക്കത്തില്ല. രാത്രിയിൽ ഒന്ന് തിളപ്പിച്ച് വെക്കും. അതുപോലെ തന്നെ നാളെ യൂസ് ചെയ്യുന്നതിന് മുമ്പും ഒന്ന് തിളപ്പിച്ചെടുക്കും. അപ്പം ഇത് കേടൊന്നും ആവത്തില്ല. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഇത് കപ്പയുടെ കൂടെയൊക്കെ കൂട്ടി കഴിക്കാനായിട്ടുള്ള നല്ലൊരു മീൻകറിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല കുറുകിയ ചാറൊക്കെയുള്ളൊരു മീൻകറിയാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.